നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സ്വാശ്രയത്തിന് കടിഞ്ഞാണിട്ട്. സ്വാശ്രയ കോളേജുകളിലെ തലവരിപ്പണം നിർത്തലാക്കാൻ സമഗ്ര പദ്ധതിയുമായി വിജിലൻസ്. എഡ്യൂവിജിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ അടങ്ങിയ മാർഗരേഖ കോളേജുകൾക്ക് അയച്ചതായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. തലവരിപ്പണം വാങ്ങുന്നില്ലെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രദർശിപ്പിക്കണമെന്നും സർക്കുലർ. അധ്യാപക നിയമനത്തിലും പണം വാങ്ങാൻ അനുമതിയില്ല. അഴിമതി തടയാൻ മാനേജ്മെന്റുകൾ കൂടി സഹകരിക്കണമെന്നും വിജിലൻസ്. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മെഡിക്കൽ മാനേജ്മെന്റുകൾ. ത്യാഗവും തീരുമാനവും. നോട്ടുകൾ അസാധുവാക്കിയ നടപടിയിലെ പ്രതിപക്ഷ വിമർശനത്തിന് നേരെ വികാരാധീനനായി പ്രധാനമന്ത്രി. താൻ രാജ്യത്തിനു വേണ്ടി കുടുംബം ത്യജിച്ചവനെന്നും തന്റെ ഗവൺമെന്റിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും മോദി. വലിയ കറൻസികൾ മരവിപ്പിച്ചത് കള്ളപ്പണക്കാരെ കൊടുക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനും. 70 വർഷമായി രാജ്യത്തെ ഗ്രസിച്ചിരുന്ന അഴിമതി തുടച്ചു നീക്കേണ്ടതുണ്ട്. കേന്ദ്ര നടപടിയെ എതിർക്കുന്ന കോൺഗ്രസ് ഇത്രയും വർഷം എന്താണ് ചെയ്തതെന്ന് പ്രധാനമന്ത്രി. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് അഴിമതിക്കെതിരെ. കള്ളപ്പണം ഇല്ലാതാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും നരേന്ദ്രമോദി. അതേസമയം കറൻസി പ്രതിസന്ധി തുടരവേ സാധാരണ ജനങ്ങൾക്ക് ആശങ്കയോ ഉത്കണ്ഠയോ വേണ്ടെന്ന് റിസർവ് ബാങ്ക് പത്രക്കുറിപ്പ്. ആവശ്യമുള്ളത്ര പണം ബാങ്കുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികം മാത്രമെന്നും അല്പദിവസം കൂടി ക്ഷമ കാട്ടണമെന്നും RBI. കാശിന് മീതെ നിരാശ. നോട്ട് അസാധുവാക്കൽ പ്രാബല്യത്തിലെത്തി 5 ദിവസമായിട്ടും തുടരുന്ന പ്രതിസന്ധിയിൽ പ്രതിഷേധം വ്യാപകം. ബാങ്കുകൾക്ക് പ്രവർത്തി ദിനമായ ഇന്നും പഴയ നോട്ടുകൾ മാറ്റിവാങ്ങാൻ നീണ്ട നിര. കാലിയായ ATMകൾക്ക് മുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം. മുൻകരുതൽ ഇല്ലാത്ത കേന്ദ്ര തീരുമാനം ജനങ്ങൾക്ക് നൽകിയത് വിവരിക്കാനാവാത്ത ബുദ്ധിമുട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി. നോട്ട് നിരോധനം കൊണ്ട് ബുദ്ധിമുട്ടാത്തത് കള്ളപ്പണക്കാർ മാത്രം. കറൻസികൾ പിൻവലിക്കുന്ന കാര്യം ചിലർക്ക് മാത്രം ചോർത്ത് നൽകിയെന്ന് സംശയമുണ്ടെന്നും മുഖ്യമന്ത്രി. നോട്ട് മരവിപ്പിച്ച കേന്ദ്ര നടപടിയെ ഭ്രാന്തൻ തീരുമാനമെന്ന് ആക്ഷേപിച്ച ധനമന്ത്രി തോമസ് ഐസക്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നാട് പട്ടിണിയാകും. മോദിയുടേത് ജനങ്ങൾക്ക് നേരെയുള്ള മുന്നിലാക്രമണമെന്ന് കോടിയേരിയും പ്രധാനമന്ത്രി തുഗ്ലക്കിന്റെ പുതിയ അവതാരമെന്ന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും. നുണ പരിശോധന വേണം. വടക്കാഞ്ചേരി കൂട്ടമാനഭംഗ കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ ആരോപണവുമായി അനിൽ അക്കരെ MLA. പോലീസ് പരാതിക്കാരിയെ പീഡിപ്പിക്കുന്നു. നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന പരാതിക്കാരി അറിയിച്ചിട്ടും അന്വേഷണ സംഘം ഇരയ്ക്കൊപ്പം പരസ്യമായി തെളിവെടുപ്പ് നടത്തുന്നു എന്നും അനിൽ അക്കരെ. ആരോപണം പരാതിക്കാരിയുടെ രഹസ്യമൊഴി നാളെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി വീണ്ടും രേഖപ്പെടുത്താനിരിക്കെ കേസിലെ പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അനിൽ അക്കരെ. കൂട്ടമാനഭംഗത്തിനിരയായ യുവതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നാളെ വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.